വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. ഇപ്പോൾ ഡെയിലി വീഡിയോ എനിക്ക് പറ്റാറന്നെ ഇല്ല. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പൂരാണ്. ഒരു പൂരുണ്ട് ഞങ്ങൾക്ക്. എവിടെയെന്ന് വെച്ചാൽ തൊഴുപ്പാടം വാഴാലിക്കാവ് എന്ന് പറയും. അപ്പോൾ അവിടെ കേട്ടവരുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വല്യമ്മയുടെ വീട് അവിടെയാണല്ലോ. അപ്പോൾ അവിടേക്ക് ഇന്ന് തന്നെ പോകും. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ടാണ് ഞങ്ങൾ പോണത്. നാളെയാണ് പൂരം. അപ്പോൾ ഇന്ന് തന്നെ പോവാന്ന് വെച്ച് വൈകുന്നേരത്ത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രാക്ടീസും പിന്നെ ഏട്ടനോ വേറെ വഴി കൂടെ പോലും ഹോസ്പിറ്റൽ കേസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ പൊട്ടാറ് വെയിലല്ലേ. അപ്പോൾ വെയിലും കൊണ്ടിട്ട് പോകണ്ട വെച്ചിട്ട് വെയിലൊക്കെ ആറി വല്ല അവധാനം പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 മണി 5:30 ആകുമ്പോഴാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. അതുവരെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അവർക്കൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒന്നാമത്തത് വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ 2 പേർക്കും. അപ്പോൾ അമ്മയുടെ വീട്ടിലേക്കാണ് പോകണമെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഡബിളായിട്ടോ സന്തോഷം ഒന്നുകൂടി ഡബിളായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പോവാണ് കേട്ടോ. ചളവറ പോലും എത്തിയിട്ടില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയി കോതർശി കൂടെയാണ് പോയത്. അവിടെ പോയപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ നേരത്ത് നമ്മളൊരു ചായ കുടി പതിവുള്ളതാണല്ലോ വീട്ടിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ ചായ കുടിക്കാതെ ഒരുമാതിരി പുറത്തേക്ക് ഇറങ്ങി കാറ്റൊക്കെ അടിച്ചിട്ട് തൊണ്ടയൊക്കെ ആകെ ഉണങ്ങിയ പോലെ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കയറുന്നത്. ഏട്ടതാ ഈ ഒരു പലഹാരം ഉണ്ടല്ലോ ഞാൻ കഴിച്ചു. ഞാൻ ഏട്ടൻ എന്താ പറയുക ചിക്കൻ റോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചു പറഞ്ഞു അത് വേണ്ട ബർഗർ മതി കണ്ടിട്ട് വാങ്ങിച്ചു. എന്നിട്ട് അവൻ കഴിച്ചത് ഉഴുന്നുവട കേട്ടോ. ഏട്ടൻ എന്നിട്ട് ബർഗറും കഴിച്ചു. ഏട്ടൻ ഇതിനോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. കഴിക്കായിക്കൊന്നുമില്ല, കഴിക്കും. ഞാനിത് ഈ ഒരു സാധനമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഈ സംഭവം അന്ന് ഏട്ടൻ വാങ്ങിച്ചിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇതിനോടൊരു മുഹബത്ത് കൂടിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ തുമ്പിക്കുട്ടിക്കാണെങ്കിൽ അത് കൊടുത്തപ്പോൾ അത് വേണ്ട, അവൾക്ക് ഉഴുന്നുവട മതി പറഞ്ഞു. അവർക്കാണെങ്കിൽ ഉഴുന്നുവട നല്ല ഇഷ്ടമാണ് കേട്ടോ 2 പേർക്കും. പഴംപൊരി ഉഴുന്നുവട അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവർ 2 പേരും അതാണ് കേട്ടോ പിന്നെ കഴിച്ചത്. തുമ്പിക്ക് ഉഴുന്നുവട കൊടുത്തപ്പോൾ കിച്ചു എന്താ പറഞ്ഞത് എനിക്ക് ഉഴുന്നുവട തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവന് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവന് ബർഗർ വേണ്ട പറഞ്ഞിട്ട് ഏട്ട അത് കഴിച്ചു കേട്ടോ. ഏട്ട അതിരുന്ന് കഴിക്കുന്നുണ്ട്, ഞാൻ ഇതിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് മെല്ലെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പം മെല്ലെ സാവധാനം പോയാലും മതി. ധൃതിയൊന്നുമില്ല. ഇന്നൊന്നല്ലല്ലേ പൂരം, നാളല്ലേ പൂരം. അപ്പോൾ എന്തായാലും ധൃതി പിടിച്ചിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് സാവധാനം ഞങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പം ഇനി ഒറ്റപ്പാലെത്തിയിട്ട് ഇവർക്ക് 2 പേർക്കും ഓരോ ജോഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ദിവസമായിട്ട് ഇതിന് മുന്നേ ഒന്നും വരാതിരുന്നത് കേട്ടോ. കാരണം ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. ഒരു ദിവസത്തെ പണി എന്ന് പറയില്ലേ, അതുപോലെയൊക്കെയാണ് കേട്ടോ ഒറ്റപ്പാലം വന്നു കഴിഞ്ഞാൽ. പിന്നെ ആകെ എനിക്കാണെങ്കിൽ സമയവും ഇല്ല. അത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പൂവല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇടുമ്പോൾ തയ്ക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, മുൻകൂട്ടി എടുത്ത് വെക്കാൻ മാത്രം. അപ്പോൾ അതുകൊണ്ട് പോണ വഴിക്കത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം എത്താറായിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് ഒരു കുറുക്ക് വഴി ഉണ്ട് കേട്ടോ. ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നേരെ അവിടേക്കാണ് എത്തുക. അപ്പോൾ ഇനി വളഞ്ഞു തിരിഞ്ഞിട്ട് ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണി 6:30 ആവാറായിട്ടുണ്ട്. നമ്മുടെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി നേരം പിടിച്ചു കേട്ടോ. അപ്പോൾ ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഡ്രസ്സും കൂടി അടുത്ത് ഇറങ്ങുമ്പോഴത്തേന് ഇരുട്ടാവും. ഇപ്പം തന്നെ ഒരുവിധം എന്താ പറയുക വെയിലൊക്കെ ഒന്ന് പോയി ഇരുട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിലെന്ന് പറയണത് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒറ്റപ്പാലെത്തിയിട്ടുണ്ട്. എന്നും ഇറങ്ങണം ആ സ്ഥലത്ത് തന്നെ ഇറങ്ങിയേക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം അത്യാവശ്യം വില കുറവും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടും ചെയ്യും കേട്ടോ. നമ്മൾ ഏത് മോഡലാണ് ചോദിക്കണമെങ്കിൽ ആ മോഡൽ ഇവിടെ കിട്ടും. അതാണ് എനിക്കിഷ്ടം കേട്ടോ. എനിക്കല്ലാതെ ഈ കുറേ കട കയറി ഇറങ്ങി നടക്കണ ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഇപ്പം സമയമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറേ കട കയറി ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ നമുക്ക് കുട്ടികളോട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കടയ്ക്ക് കയറി ഇവിടുന്ന് കിച്ചുവിന് ഒരു ടീഷർട്ട് എടുത്തു. എന്താ പറയുക, കൈ ഇങ്ങനെ 5 സ്ലീവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കേട്ടോ. അത് 2 പേർക്ക് കൊടുത്തു. ഇതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെടുത്തില്ല. എന്നിട്ട് വേറെ കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെടുത്തു കേട്ടോ. ഒന്ന് സ്കൈ ബ്ലൂ, കിച്ചുവിന് സ്കൈ ബ്ലൂ എടുത്തു. തുമ്പിക്കുട്ടിക്ക് ഇങ്ങനൊരു കളർ എടുത്തു. മൈലാഞ്ചി കളർ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ കളർ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരറിയില്ല. ആ ഒരു കളർ എടുത്തു കേട്ടോ.
അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി കിട്ടും. പക്ഷേ അവരുടെ കണ്ണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്കൊന്നും അല്ല കേട്ടോ അവരുടെ കണ്ണ്. പുറത്ത് എന്താണ് ഈ വണ്ടി ജീപ്പും കാറും വന്ന് കളിക്കുന്ന സാധനങ്ങൾ തൂക്കിയിട്ടൊരു കട കാണുന്നുണ്ട്. അവിടേക്ക് പോയി നോക്കുക, അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താന്ന് പറയുക. അതാണ് ഇവരുടെ പണി. അല്ലാതെ കഴിക്കാനുള്ളതൊന്നും ചോദിക്കില്ല കേട്ടോ. അങ്ങനെ ഓരോ ആക്രി സാധനങ്ങളെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ട് നാളെ പൂരത്തിനെ പൊന്നു പോണത് നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയെങ്കിലും അവർക്ക് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അവർക്ക് എന്താ ചോദിക്കണമെങ്കിൽ അത് അപ്പം കിട്ടണം കേട്ടോ. അതാണ് അവരുടെ ഒരു സ്വഭാവം. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ആദ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ അധികം കുറേ ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവും തോന്നുന്നു ഇവിടെ ഷോപ്പൊക്കെ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ട് തോന്നുന്നു. അപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ 8 മണി 8:30 വന്നപ്പോഴും ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ എന്താ തുമ്പിക്കുട്ടിക്ക് ഈ ഒരു ടീഷർട്ട് എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കളറ്. ഈ ഒരു കളർ അവൾക്ക് ഇല്ലേനും. പിന്നെ ഒരു ജീൻസ് കൊടുത്തു. അവൾക്ക് ജീൻസ് ഇല്ല, ഉള്ളത് കളറൊക്കെ ആകെ ഒരുമാതിരി ആയി കിടക്കണം കേട്ടോ. അപ്പോൾ അവൾക്കൊരു ജീൻസ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ പൂരം വരികയാണ്, ഇവിടുത്തെ പൂരം വരികയാണ്. അപ്പോൾ അപ്പോഴും ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിനൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അവൾക്ക് അരവണ്ണോ കാര്യങ്ങളൊക്കെ പാകമാണ് നോക്കി. എനിക്ക് കണ്ടപ്പോൾ അത് കമ്മിയായ പോലെ തോന്നി, പക്ഷേ ഇട്ടപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ അതങ്ങോട്ട് ഫിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അവൾക്കത് അഴിക്കണം എന്നൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ജീൻസ് പാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രാന്താണ് കേട്ടോ അവൾക്ക്. അങ്ങനെ എല്ലാം വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. ഇനി എവിടെ നിർത്തില്ല, ഇനി നേരെ വീട്ടിലേക്കാണ്. ഇപ്പം തന്നെ കണ്ടില്ല ഇരുട്ടായി വന്നു കേട്ടോ. സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരം ഇരുട്ടാവണം ഇപ്പോൾ കമ്മിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല പോലെ ഒന്നും ഇരുട്ടാവാത്ത കേട്ടോ. സമയം 7 മണി 7:30 ആവാറായിട്ടുണ്ട്. 7:30 ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് നേരം പിടിച്ചു കേട്ടോ. അങ്ങോട്ട് തിരിയലും ഇങ്ങോട്ട് തിരിയലും അവർക്ക് അങ്ങനെ വെച്ച് നോക്കില്ല. എനിക്കാണെങ്കിൽ ഇവർക്കല്ല, എനിക്ക് ഏതേത് കണ്ടാലും എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം, അത് ഞാൻ അപ്പം എടുക്കും. അല്ലാതെ കുറേ കണ്ട് ലാസ്റ്റ് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വെറുതെ തുണികൾ വലിച്ചു വാരി ഇടുന്നത് മിച്ചം, അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ മായന്നൂർ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ ഈ ഒരു സമയത്ത് ഇപ്പം എന്താ അറിയില്ല, ആൾക്കാർ കമ്മിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ കണ്ടമാനം ജനങ്ങൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. അവിടെ നല്ല അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കാറ്റും പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക തരം വൈബാണ് കേട്ടോ അവിടെ രാത്രി. ഈ ഒരു സമയത്ത്, രാത്രിയല്ല ഈ ഒരു സമയത്തൊക്കെ അവിടെ വന്ന് നിൽക്കാൻ അത്യാവശ്യം ഇല്ല, അത്രയ്ക്ക് ആളില്ല. പക്ഷെ അവിടെ എപ്പോഴും ആൾക്കാർ ഉണ്ടാവണമാണ്. ഇനിയിപ്പോൾ ഇന്ന് എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൂരവും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാരെ കാണാത്തതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ പുഴയിലൊക്കെ പിന്നെ വെള്ളം കമ്മിയാണ് കേട്ടോ. അത്ര വെള്ളമൊന്നുമില്ല. ഈ കാലത്ത് എവിടെ നിന്ന് വെള്ളം ഉണ്ടാവാനാണ്, അവിടെ തിരീശ വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ നേരെ വീടെത്തിയിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. വീടെത്തി വലിയ തുമ്പിക്കുട്ടീനെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പവും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. കിച്ചുവിൻ്റെ അമ്മമ്മയൊക്കെ എടുത്തിട്ട് അമ്മ എടുത്തിട്ട് വേഗം ഓടി കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണ പോലെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിച്ചം വെറുതെ വിളിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞതാണ് കേട്ടോ. അപ്പവും കൂടെ വന്നിട്ട് പറഞ്ഞു തോന്നുന്നു. അവരും ഇപ്പോൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി നിൽക്കണ എവിടേക്ക് പോകാനാണെന്നറിയോ? അമ്പലത്തിൽ. നാളെ പൂരാണ്. അപ്പോൾ അമ്പലത്തിൽ ഇന്ന് ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാമെന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഗാനമേള നാടൻപാട്ട് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാനും കാണാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും മിസ് ചെയ്യണില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂരങ്ങൾക്കൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എപ്പോൾ ഉണ്ടാവാനാ. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഞാൻ പൂട്ട കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നടക്കാണ്ട് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട് അമ്പലത്തേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ അവിടെ ഉമ്മറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി കൂടെ ഉണ്ട് പോവുക. ചിലവർക്കൊക്കെ അറിയുണ്ടാവുമായിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗം കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വാഴാലിക്കാവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏറെ കുറേ ആൾക്കാർക്ക് അറിയാനുണ്ടാവുമായിരിക്കും. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ ആനച്ചവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ പോയിട്ട് ഒന്ന് നോക്കി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നാളേക്കുള്ള സംഭവങ്ങളല്ലേ ഇതൊക്കെ, ആനയ്ക്കുള്ള സംഭവങ്ങളും. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമ്മുടെ അവിടെ ഉണ്ടാവാറുണ്ട്, ചേറമ്പറ്റ പൂരത്തിനും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോഴും ഞങ്ങൾ പോയി കാണാറുണ്ട്. എന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നാടൻപാട്ട് എന്നാണ് ഗാനമേള കാണാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്നുമല്ല, ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം പാടത്താണ് കേട്ടോ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ മുന്നേ വന്ന കാരണമുണ്ട് തുമ്പിക്കുട്ടീനെ കൊണ്ട് ഏട്ടൻ വണ്ടിയിൽ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എവിടെ നിൽക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വലിയമ്മ അടുത്ത് ചോദിക്കും, സന്ദീപ് എവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണൊന്ന് വിളിച്ച് നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
ഫോൺ വിളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടങ്ങനെ അവിടെ ഗാനമേളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ശബ്ദത്തിലേക്ക് നേരെ പോലെ കേൾക്കണമില്ല, സംസാരിക്കണ എന്താണെന്ന് മനസ്സിലാവണമില്ല. അപ്പോൾ അങ്ങനെ ഒരുവിധം ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഏട്ടനെ കണ്ടുപിടിച്ചു കേട്ടോ. ഏട്ടനാണ് എന്നെ കണ്ടുപിടിച്ചത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ പിന്നെ ഞങ്ങളിതാ പാടത്തിവിടെ വന്നിട്ട് ഇരുന്നു. അപ്പോൾ ഗാനമേളയൊക്കെ നല്ല അടിപൊളി ഗാനമേള തന്നെ ആയിരുന്നു കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗാനമേള പറയുമ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണല്ലോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അറിയാത്ത പാട്ടുകളൊക്കെ പാടുമ്പോൾ നമുക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് അറിയണ പാട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറേ ആയി ഗാനമേള കണ്ടിട്ട്. ഞാനെൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ആദ്യത്തെ പൂരത്തിന്, കല്യാണം കഴിഞ്ഞ് വന്ന വർഷത്തിലുണ്ടായിരുന്ന പൂരത്തിന് ഇവിടെ ഗാനമേള ഉണ്ടായിരുന്നു. അന്ന് കണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ടിട്ട് തന്നെ ഇല്ല, 7 വർഷം ആവാറായി കേട്ടോ. ഇവനെപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചുറ്റി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഊട്ടിക്ക് ടൂർ പോയപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഈ ഒരു സാധനം. പിന്നെ ഇത് എപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ അതൊക്കെ കഴിക്കലും പിന്നെ അപ്പു കുറേ കടലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നോളൂ, എല്ലാം കഴിക്കലും എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പോൾ അമ്മും കിച്ചും കൂടിയിട്ട് തല്ലുപിടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചുനാണെന്നുണ്ടെങ്കിലോ മേമേനെ കിട്ടിക്കഴിഞ്ഞാൽ കിച്ചു ഇങ്ങനെ പഞ്ഞിക്കിടാൻ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഏട്ടൻ്റെ തുമ്പിക്കുട്ടിയും കൂടിയിട്ട് ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പാട്ട് കിടക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഏട്ടൻ തുമ്പിക്കുട്ടീനെ ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെ പെറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ വാലിൽ നിന്ന് അങ്ങോട്ട് മാറണം തന്നെ ഇല്ല കേട്ടോ. എന്നെ എന്തായാലും ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്, എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരുന്നില്ല കേട്ടോ. കിച്ചു മേമടയത്തും മാമൻ്റെത്തും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും കാണുന്നതന്നെ ഇല്ല. തുമ്പിക്കുട്ടി അച്ഛൻ്റെ മേലിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇരിക്കുന്നതിന് മുന്നിൽ കുറേ ആൾക്കാർ വന്ന് നിൽക്കണോണ്ട് ഞങ്ങൾക്ക് നേരെ പോലെ കാണാനും പറ്റുന്നില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് ബാക്കിലായിരുന്നു ഞങ്ങൾ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ടിലൊന്നല്ല പോയിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ഗാനമേളയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു 10 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോൾ, ഗാനമേള 10 മണിക്ക് നിൽക്കുമല്ലോ, കഴിയുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കും പിന്നെ പോന്നു കേട്ടോ. കഴിഞ്ഞ പാടെ ഞങ്ങൾ നേരെ പോന്നു വീട്ടിലേക്ക്. പിന്നെ എവിടെ ചുറ്റിക്കറങ്ങി നിന്നില്ല കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയമ്മയും വലിയച്ഛനും അപ്പവും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ ഉറക്കം വരാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.